ഗാസയിൽ ഇസ്രയേൽ വെടിനിർത്തലിന് സമ്മതിച്ചെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 60 ദിവസത്തേക്കാണ് വെടിനിർത്തൽ എന്ന് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പറയുന്നു. നിർദ്ദേശങ്ങൾ ഹമാസും അംഗീകരിക്കണമെന്നും ട്രംപ് പറയുന്നു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അനുപമ ശ്രീദേവിയാണ് ചേരുന്നത്. അനുപമ, ഈ അടുത്ത കാലങ്ങളിലൊക്കെ നടന്ന എല്ലാ സംഘർഷങ്ങളിലും മധ്യസ്ഥത വഹിച്ചു എന്ന അവകാശവാദം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. ഏറെക്കുറെ ആ രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതും നമ്മൾ കണ്ടു. ഇവിടെയും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഒരു മധ്യസ്ഥ ശ്രമമാണോ ഉണ്ടായിരിക്കുന്നത്? വെടിനിർത്തൽ 60 ദിവസത്തേക്ക് നിലവിൽ വരും എന്ന് പ്രത്യാശിക്കാമോ? ലക്ഷ്മി പറയുന്നത് പോലെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ട്രംപ് ഗാസയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ സമാധാനം സ്ഥാപിക്കപ്പെടുമെന്നുള്ള രീതിയിലൊരു പ്രസ്താവന നടത്തിയത്. ഇതിനെ തുടർന്നുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇങ്ങനെയൊരു പുതിയൊരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ പോസ്റ്റിൽ പറയുന്നത് ഇസ്രയേൽ US മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചു എന്നാണ് ഈ ട്രംപ് ഇപ്പോൾ അറിയിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസമാണ് നെതന്യാഹുവിൻ്റെ വിശ്വസ്തനായിട്ടുള്ള റോൺ ഡെർമർ വാഷിംഗ്ടണിലെത്തുകയും ഈ വൈസ് പ്രസിഡന്റ് JD വാൻസ് അടക്കമുള്ള ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തത്. ഈ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സമ്മതത്തിലേക്ക് ഇസ്രായേൽ എത്തുന്നതെന്നാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഈ ഒരു നിർദ്ദേശങ്ങളിൽ ഏകദേശം മാർച്ചിലാണ് ഈ ജനുവരിയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ പരാജയപ്പെടുന്നത്. ആ പരാജയപ്പെടുന്നതിൻ്റെ കാരണം തന്നെ ശാശ്വതമായിട്ടുള്ള ഒരു വെടിനിർത്തൽ എന്ന ആവശ്യത്തിൽ ഹമാസ് ഉറച്ചു നിൽക്കുകയും എന്നാൽ ഈ ഹമാസിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിരായുധീകരണം നടക്കാതെ അങ്ങനെ ഒരു യുദ്ധം അവസാനിക്കില്ലെന്ന് ഇസ്രയേലും 2 നിബന്ധനകളിൽ ഉറച്ചു നിന്നതോടെയാണ് ഈ വെടിനിർത്തൽ ആദ്യഘട്ടത്തിൽ തന്നെ പരാജയപ്പെടുന്നത്. അതിനുശേഷം നീണ്ട കാലത്തെ ഈ ഒരു സഹായ വിതരണമടക്കം തടസ്സപ്പെടുന്നതടക്കം വലിയ പ്രതിസന്ധിയിലാണ് ഗാസ നീണ്ടത്. അതിനുശേഷം വീണ്ടും ഈ വെടിനിർത്തൽ പുനഃസ്ഥാപിക്കപ്പെടാനുള്ള ശ്രമങ്ങൾ പുരോഗതി കൈവരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതിൻ്റെ ആദ്യ ചുവടുവെപ്പാണ് ഈ ഇസ്രയേലിൻ്റെ അംഗീകാരം. ഇനി അടുത്ത പടി എന്ന് പറയുന്നത് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനുകൂലമായിട്ടുള്ളൊരു നടപടി ഉണ്ടാകണമെന്നാണ്. പക്ഷേ ഹമാസ് ഈ ബന്ദികളുടെ കൈമാറ്റം അംഗീകരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ അവശേഷിക്കുന്നത് ഏകദേശം 20ഓളം ബന്ദികൾ ജീവനോടെ അവശേഷിക്കുന്നതാണ് ഇസ്രയേൽ കണക്കാക്കുന്നത്. അവരുടേതടക്കം മറ്റു മൃതദേഹങ്ങളടക്കം കൈമാറുന്നതിനായിട്ട് ഹമാസ് അംഗീകരിക്കുമ്പോൾ തന്നെയും അപ്പോൾ ഈ ഇസ്രയേലി സൈന്യത്തിൻ്റെ പിന്മാറ്റം, ഈ റഫയടക്കം ഈ സഹായ വിതരണത്തിന് പ്രധാന കേന്ദ്രങ്ങളായിട്ട് പ്രവർത്തിക്കേണ്ട കവാടങ്ങളടക്കം അടച്ചുള്ള ഈ ഇസ്രയേലിൻ്റെ സൈനിക നടപടിയെ ഹമാസ് തീർത്തും എതിർക്കുന്നുണ്ട്. അത് പിൻവലിക്കുന്ന അടക്കം നടപടികളിലേക്ക് നീങ്ങിയാലേ ഈ ബന്ദി കൈമാറ്റത്തിലേക്ക് നീങ്ങാനാകൂ എന്നുള്ളൊരു നിലപാടിലാണ് ഹമാസ് ഇതുവരെ ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഗാസയിലെ സാഹചര്യം ഗുരുതരമാണ്. ഒരു വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടുത്തിടെ തന്നെ പുതിയ ഒഴിപ്പിക്കൽ നടപടികൾ വടക്കൻ ഗാസയിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം ഗുരുതരമാകുന്നതിന് മുൻപ് ഒരു നിബന്ധനയിലേക്ക് അല്ലെങ്കിൽ വിട്ടുവീഴ്ചയിലേക്ക് എത്തുമോ ഹമാസ് എന്നതും അറിയേണ്ടതാണ്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഈ ട്രംപിൻ്റെ ഒരു പരാമർശത്തിൽ നിലവിൽ ഇസ്രയേലിൽ നിന്നോ ഹമാസിൽ നിന്നോ ഔദ്യോഗികമായിട്ട് പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ പ്രതികരണങ്ങൾക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവുന്ന പക്ഷമേ ഇപ്പറയുന്ന പോലെ ട്രംപ് അവകാശപ്പെടുന്നത് പോലെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഗാസയിൽ സമാധാനം എത്തുമോ എന്ന് നമുക്ക് പറയാനാകൂ. ലക്ഷ്മി, 60 ദിവസത്തേക്ക് വെടിനിർത്തൽ എന്ന് ട്രംപ് പറയുന്നു. ഗാസയിൽ വെടിനിർത്തൽ എന്ന് ട്രംപ് പറയുന്നു. ഏതായാലും ഇസ്രയേലിൻ്റെയും ഹമാസിൻ്റെയും ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ലഭ്യമായിട്ടില്ല. അത് വരുന്ന മുറയ്ക്ക് മാത്രം നമുക്കത് ഉറപ്പിക്കാനാകും. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അനുപമ ശ്രീദേവിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.